blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ദിവസം എല്ലാവരെയും കർത്താവ് ഈ എപ്പിസോഡിലൂടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാരംഭത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സ് ഒരൊറ്റ കുടുംബമായി ഒരേ ഹൃദയത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിക്കണമേ. കെസിയ ജോർജിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ 2 കർത്താവ് തൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ഇന്ന് ഈ ദിവസം കർത്താവെ, ചില ആഴ്ചകൾ പിന്നിട്ടെങ്കിലും സകല നന്മകളാലും കർത്താവ് നിൻ്റെ മകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ആലീസ് ജോർജിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കുടുംബത്തിലെല്ലാവരെയും കർത്താവെ ആയുസ്സും ആരോഗ്യവും ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളും നൽകി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, ഞങ്ങൾ ചേർന്ന് മറ്റൊരു സ്പോൺസറായ റോഹിത്തിന്, അമൃത്തിന്, ദിവ്യയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റോഹിത്തിനും അമൃത്തിനും വിദ്യാഭ്യാസവും അതുപോലെ കർത്താവ് ഭാവിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അങ്ങയുടെ കരങ്ങൾ അവരുടെ മേൽ വയ്ക്കണമേ. ദിവ്യയ്ക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫ്യൂച്ചറിനായി, വിവാഹത്തിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും കർത്താവെ 3 പേരെയും അങ്ങ് സമൃദ്ധിയായി അങ്ങ് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് കർത്താവെ ഓരോരുത്തരുടെയും മേലും വന്ന് നിറയട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ദ കോൾ ആൻഡ് ഇലക്ഷൻ ഓഫ് ഗോഡ്. വളരെ വിശാലമായും വിപുലമായും ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പല പല സെഗ്മെൻറ്റുകളായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ അല്പം കൂടെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ പോയി ചിന്തിക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ താഴേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. മാനുഷിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ മിക്കവരും വിവേകശാലികൾ ആയിരുന്നില്ല. സമൂഹത്തിൽ സ്വാധീനമുള്ളവരോ കുലീനരോ ആയിരുന്നതുമില്ല. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായവ തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായവയെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഈ ലോകത്തിലെ ഹീനവും നിന്ദിതവുമായ കാര്യങ്ങൾ, ഒന്നുമല്ലാത്തവയെ തന്നെ തിരഞ്ഞെടുത്തു. അവിടുത്തെ സന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന റിക്രൂട്ട്മെൻറ്റുകൾ ഒന്ന് ചിന്തിച്ച് നോക്കാമോ? ഞാൻ ആദ്യത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സാധാരണ ഒരു സ്ഥാപനത്തിലോ പട്ടാളത്തിലോ എവിടെയെങ്കിലും ഒക്കെ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി ഒരുപക്ഷെ ഒരു പരന്ന ഒരു ക്ഷണം കൊടുക്കും. ഒരു വിജ്ഞാപനമോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പരസ്യമോ കൊടുക്കും. ഇത്ര ഒഴിവുകൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, അതിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. അങ്ങനെ അപേക്ഷകൾ സമർപ്പിച്ചു കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും എൻട്രൻസ് എക്സാം കാണും. ഈ എഴുത്തു പരീക്ഷയിൽ എത്രത്തോളം നല്ല മാർക്ക് കിട്ടുന്നു
എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ കായികമായ കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തൊഴിലാണെങ്കിൽ വ്യക്തികളുടെ ഉയരം, അതുപോലെ വെയിറ്റ്, തൂക്കം തുടങ്ങിയ കായികമായ സകലവും, നെഞ്ചളവ്, ഇതെല്ലാം എടുക്കുന്നു. ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് റാങ്ക് ലിസ്റ്റിലെ ഒന്നാമത്തെ വ്യക്തി മുതൽ താഴേക്കായിരിക്കും. ആദ്യം മുതലെടുത്ത് അവരെ ഇന്റർവ്യൂവിന് വിധേയരാക്കി അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഫൈനൽ അപ്പോയിന്റ്മെന്റിലേക്ക് വരുന്നു. ദൈവം റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും റാങ്ക് ലിസ്റ്റിന്റെ ഒന്നാം റാങ്കിലുള്ള വ്യക്തിയെ ആദ്യം അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷം 2, 3, 4 താഴേക്കാണ് വരുന്നത്. അതിനിടയിൽ മിക്കവാറും തസ്തികകളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ റിജക്റ്റഡ് ആയി. എന്നാൽ ദൈവം ചെയ്യുന്നത് ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത ശേഷം അതിൻ്റെ ബോട്ടം താഴെ നിന്നും മുകളിലേക്കായിരിക്കും അപ്പോയിൻമെന്റ് നടത്തുക. ഇതാണ് നമ്മൾ ഈ വായിച്ചതിൻ്റെ സാരം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുവേൻ. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളിൽ അധികം പേര് വിവേകശാലികളായിരുന്നില്ല, കുലീനരായിരുന്നില്ല, ശക്തരായിരുന്നില്ല, ജ്ഞാനികളായിരുന്നില്ല, കഴിവുള്ളവരായിരുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ അവരെല്ലാം മാറ്റി നിർത്തി അവരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവം കഴിവില്ലാത്തവരെ, വിവേകമില്ലാത്തവരെ, ശക്തിയില്ലാത്തവരെ, കുലമില്ലാത്തവരെ, കുലഹീനരായവരെ ഒക്കെയും ദൈവം തിരഞ്ഞെടുത്തു. ഇതാണ് അവിടെ പൗലോസ് പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള നമ്മുടെ നേട്ടങ്ങൾ, all our achievements, trophies, medals, നമ്മുടെ ജീവിതത്തിലെ റാങ്ക്, നമ്മുടെ ധനസമ്പത്ത്, നമ്മുടെ ആഭിജാത്യം അഥവാ കുലം, അതുപോലെ കുടുംബത്തിൻ്റെ പേര്, തലമുറകളായുള്ള പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള സിദ്ധികൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വതവേയുള്ള നൈസർഗികമായ നമ്മുടെ കഴിവുകൾ, വിദ്യാഭ്യാസം, വായന, ഓർമ്മ, ഇങ്ങനെയുള്ള ഒരു കഴിവും ദൈവത്തെ ഇംപ്രസ് ചെയ്യുന്നില്ല. അതിനാൽ ദൈവത്തെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നുമില്ല. ദൈവം ഇതിനാൽ ഒന്നും സ്വാധീനിക്കപ്പെടുകയില്ല. ദൈവം നോക്കുന്നത്, ആർ യു അവൈലബിൾ ഫോർ മീ? കാരണം ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം ചലിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ദൈവം തൻ്റെ കഴിവാണ് നൽകുന്നത്. ദൈവം തൻ്റെ അഭിഷേകമാണ് നൽകുന്നത്. നമ്മൾ കേട്ട് കാണും, വല്ലഭന് പുല്ലും ആയുധം. സമർത്ഥനായ കഴിവുള്ള ഒരു യോദ്ധാവാണെങ്കിൽ വാളും പരിചയം മിസൈലും ഒന്നും വേണ്ട, ഒരു പുല്ല് കിട്ടിയാലും ശരി, വല്ലഭനാണെങ്കിൽ ആ പുല്ലും ഒരായുധമായി എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. വലിയ ആയുധങ്ങളൊന്നും കൂടാതെ തന്നെ വലിയ യുദ്ധങ്ങൾ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജയിച്ച ചരിത്രങ്ങളൊക്കെ നമ്മുടെ ബൈബിളിൽ മിറാക്കുലസ് ആയി എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ പെർഫോമൻസ് കൊണ്ടൊന്നും ഇംപ്രസ്ഡ് ആകുന്ന ദൈവമല്ല. മാൻ ഗോസ് ഫോർ ദ ബെസ്റ്റ്, ഗോഡ് ഗോസ് ഫോർ ദ വേഴ്സ്റ്റ്. മനുഷ്യർ ഏറ്റവും നല്ലത് നോക്കിപ്പോവും, ദൈവം ചെയ്യുന്നത് ഏറ്റവും മോശം നോക്കിപ്പോവും. എന്നിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് മുഴുവൻ മഹത്വവും നമ്മൾ നൽകും. ഇല്ലെങ്കിൽ മഹത്വം മുഴുവൻ ആ വ്യക്തിക്ക് പോകും. അതുകൊണ്ട് ദൈവം ഒരിക്കലും അത് ചെയ്യാറില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ദൈവം വെള്ളം ഒഴുകുന്നത് പോലെയാണ് ചലിക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രത്യേകത, വെള്ളം ഒരിക്കലും താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകാറില്ല, മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. ഇതുപോലെ ദൈവം, God moves to the lowly places, lowly heart, humble heart. ഒന്നുമില്ലാത്തതിലേക്കാണ് ദൈവം ഒഴുകിയിറങ്ങുന്നത്. മറ്റുള്ളവർ വമ്പ് പറയുമ്പോൾ ദൈവം അത് സഹിക്കുകയില്ല. എന്നാൽ ഞാൻ ഒന്നുമില്ല ദൈവമേ എന്ന് താഴ്മയോടെ സമ്മതിക്കുന്നവരിലേക്ക് ദൈവം വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും.
ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മളവിടെ പല പ്രാവശ്യം കാണുന്നതാണ് 24 മൂപ്പന്മാർ, 24 elders who are sitting around the throne of God. അവർ ചെയ്യുന്നത് അവരുടെ കിരീടങ്ങളെടുത്ത് ദൈവം മുമ്പാകെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ കവിണ്ണു വീണ് കിടന്ന് ആരാധിക്കുന്നു. കാരണം അവരുടെ കിരീടങ്ങളും അവരുടെ ജീവിതത്തിലുള്ള സകലവും ദൈവമേ നീ തന്ന ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ദൈവം മുമ്പാകെ അവരിടുകയാണ്. ഇത് നമുക്കൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എന്ന് പറയുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ച വൻകാര്യങ്ങൾ, വീരകൃത്യങ്ങൾ, അച്ചീവ്മെന്റ്സ്, ട്രോഫീസ്, ഇതെല്ലാം കൂടെ ദൈവസന്നിധിയിലേക്ക് ഇട്ടിട്ട് പറയണം, ദൈവം ഇതെല്ലാം അങ്ങ് തന്നതാ, എല്ലാ മഹത്വവും ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങളെ ഒന്നുകൂടെ ആനലൈസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കാണുന്ന ഇതാണ്: God does not call many outstanding people. ഒത്തിരി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്തിരി ശ്രേഷ്ഠരായ, മറ്റുള്ളവരെക്കാൾ ഒത്തിരി ശ്രേഷ്ഠതയുള്ളവരെ ദൈവം അധികം ഒന്നും തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യാറില്ല. അവരെ വിളിക്കില്ലെന്നല്ല, വിളി എല്ലാവർക്കും ഉണ്ട്. കാരണം ഒത്തിരി ഔട്ട്സ്റ്റാൻഡിംഗ് ആയ, ഒത്തിരി വിദ്യാസമ്പന്ന, ഒത്തിരി ഇതാണെന്ന് പറയുന്ന പലരും ദൈവം വേണ്ട എന്ന് വയ്ക്കുന്നവരാണ്. അവരുടെ ബുദ്ധി വൈഭവം കൊണ്ടൊക്കെ ചിന്തിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കങ്ങ് ജീവിച്ചാൽ മതി, വേണ്ടത്ര വിദ്യാഭ്യാസമുണ്ട്, വേണ്ടത്ര പണമുണ്ട്, വേണ്ടത്ര കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് they just avoid the God factor. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം പലപ്പോഴും അങ്ങനെയുള്ളവരെ അല്ല അധികം ചൂസ് ചെയ്യുന്നത്. തീർച്ചയായും ദൈവം അവരെ വിളിക്കുന്നു, പക്ഷേ അവർ വിളിയിട്ട് വരുമ്പോൾ they should be ready to unlearn what they have learned. അവർ പഠിച്ചു വെച്ചു എന്ന് പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കി ദൈവികമായ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് അവർ വരേണ്ടി വരും. എങ്കിലേ ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ സാധിക്കൂ. ഉദാഹരണത്തിന് അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളിൽ പൗലോസ് അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നോട്ട് മെനി വൈസ്. തീർച്ചയായും ദൈവത്തിന് ജ്ഞാനികളെ വേണം, ദൈവത്തിന് എല്ലാവരെയും വേണം, ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പിതാവിൻ്റെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും ജ്ഞാനികളായിട്ടുള്ള പലരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒത്തിരി താഴ്ന്നു വരാറില്ല. കാരണം ലൗകികമായ ജ്ഞാനം ദൈവികമായ ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് ദൈവജ്ഞാനം ഒരു ഭോഷത്വമായി തോന്നുമ്പോൾ മാനുഷിക ജ്ഞാനത്തെ ദൈവം ഭോഷത്വമായി കാണുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ ജ്ഞാനത്തേക്കാൾ വലുതാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യർ ഭോഷത്വമാണ് എന്ന് ചിന്തിക്കുന്ന പല ആത്മീയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ ഒത്തിരി പേർക്കും സാധ്യമല്ല. ഒത്തിരി പേരും ലൗകികമായ ജ്ഞാനത്തിൻ്റെ പുറകെ പോവുകയാണ്. ജനറൽ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി അതും ഇതും ഒത്തിരി പരക്കെ വായിക്കുകയാണ്. കമ്പ്യൂട്ടർ നോളജ്, ആനോളജി, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങി പോളിറ്റിക്കൽ, ഇങ്ങനെയുള്ളതെല്ലാം ജ്ഞാനം അമാസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേർ ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം നൽകുന്ന ജ്ഞാനമുണ്ട്. ദാറ്റ് ഈസ് സോ പ്രാക്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കബിൾ. ദൈവം നൽകുന്ന വിസ്ഡം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് അമേസിങ്. ദാറ്റ് ഈസ് നോട്ട് ബുക്കിഷ് നോളജ്. ദാറ്റ് ഈസ് നോട്ട് എ വിസ്ഡം ജസ്റ്റ് ഫ്രം അവർ ലൈഫ്സ് എക്സ്പീരിയൻസസ്. ഇറ്റ്സ് a wisdom imparted by the Holy Spirit. പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ യേശു പറയുന്ന വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു സത്യം നമുക്കവിടെ കാണാം. ആ സമയത്ത് യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥ, അവിടുന്ന് ഈ കാര്യങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിട്ട്
ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇതായിരുന്നുവല്ലോ അവിടത്തേക്ക് പ്രസാദകരം. എന്താ കർത്താവ് അവിടെ പറയുന്നത്? ഒത്തിരി ആത്മീയമായ രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് ഈ ലോകപ്രകാരമുള്ള മാനുഷിക രീതിയിലുള്ള ജ്ഞാനികൾക്കല്ല, ശിശുക്കൾക്കാണ്. ശിശുക്കൾ എന്നവിടെ ഉദ്ദേശിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവം പറയുന്നതിനെ, ദൈവവചനത്തെ സ്വീകരിക്കാൻ സന്മനസ്സുള്ളവരാണ്. മറ്റുള്ളവർ, ജ്ഞാനികൾ എന്ന് പറയുന്നത് ഒത്തിരി പേരും ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒത്തിരി യുക്തിയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഞങ്ങൾ ശാസ്ത്രീയമായി ഒത്തിരി പുരോഗമിച്ചവരാണ്, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവികമായ സകലത്തെയും അവർ റൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നു. യേശു പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് പിതാവ് ഇതൊന്നും വെളിപ്പെടുത്തുകയില്ല. ദൈവത്തെയോ ദൈവികമായ കാര്യങ്ങളോ സകലവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ഒരു വെളിപ്പാടിലൂടെയാണ്. ഓൺലി ത്രൂ ദ റെവലേഷൻ we can understand God and the things of God. അതിൻ്റെ താഴെ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുന്നത് നോട്ട് മെനി വെർ ഇൻഫ്ലുവൻഷ്യൽ. അധികം പേരും വലിയ സ്വാധീനമുള്ളവരൊന്നും ആയിരുന്നില്ല വിളിക്കപ്പെട്ടപ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് അവർ ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ ദാറ്റ് മാറ്റേഴ്സ്, ബട്ട് അവർ ഇൻഫ്ലുവൻസ് ഓൺ ഗോഡ് ദാറ്റ് മാറ്റേഴ്സ്. ജനങ്ങളുടെ മേലുള്ള നമ്മുടെ വലിയൊരു സ്വാധീനമല്ല ദൈവം നോക്കുന്നത്. നമുക്ക് ദൈവത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ. അതിനെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒത്തിരി സ്വാധീനമുള്ളവരെ തേടി പോകുന്നില്ല. ദൈവത്തെ നിഷ്കളങ്ക ഹൃദയത്തോടെ, താഴ്മയോടെ, വിശ്വാസത്തോടെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയാണ് ദൈവം സ്വീകരിക്കുന്നത്. മറ്റൊന്ന് അവിടെ പറയുന്നത്, ദൈവം കുലം നോക്കുന്നില്ല. ഉന്നത കുലജാതരെ മാത്രം തിരഞ്ഞെടുക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് എല്ലാവരെയും വേണം. എന്നാൽ അരിസ്റ്റോക്രസി നോക്കിയല്ല, നോബിൾ ബർത്ത് നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഓൾ മെൻ സ്റ്റാൻഡ് ഈക്വൽ ബിഫോർ ഗോഡ്. വളരെ താഴ്ന്നൊരു കുടുംബത്തിൽ ജനിച്ചാലും ഉയർന്നൊരു കുടുംബത്തിൽ ജനിച്ചാലും അതൊന്നും ദൈവത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ദൈവം നോക്കുന്നത് തൻ്റെ സന്നിധിയിൽ ആര് മുട്ടുമടക്കും, തൻ്റെ സന്നിധിയിൽ ആർ കീഴ്പ്പെടും, തൻ്റെ സന്നിധിയിൽ ആർ താഴ്മയോടെ നിൽക്കും, അവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതെല്ലാം വിസ്തരിച്ച് പറയാൻ കാരണം, ഇത് കേൾക്കുന്നവർ നിങ്ങൾ വിവിധ കുടുംബ പശ്ചാത്തലത്തിലുള്ളവരായിരിക്കാം, സാമ്പത്തികം ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം, വിദ്യാഭ്യാസം ഉള്ളവരില്ലാത്ത, ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഭിജാത്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത് സ്റ്റേറ്റസിലുള്ളവരെയും ദൈവത്തിന് സ്വീകരിക്കാനും ദൈവത്തിന് ഉപയോഗിക്കാനും കഴിയും. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ഈ സന്ദേശം നാളെ തുടരുന്നതായിരിക്കും. ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. തുടർന്ന് നമുക്ക് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഇന്നത്തെ മിറക്കിൾസ് ടുഡേ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ബ്രദർ, ഈ സിസ്റ്ററുടെ പേര് രാധ എന്നാണ്. ഇവിടെ അടുത്ത മലപ്പുറത്ത് തന്നെ ആണ് ഈ സിസ്റ്റർ താമസിക്കുന്നത്. 5 വർഷത്തോളമായി തനിക്ക് കാൽമുട്ടിന്റെ ഉള്ളിൽ വലിയൊരു വേദനയായിരുന്നു. താൻ ചെയ്യുന്ന ജോലി എന്നത് ടൈലറിംഗ് ആണ്. അത് മുഖാന്തരം തനിക്ക് ഒട്ടും തന്നെ ജോലി ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. മെഷീനിൽ ചവിട്ടണമായിരുന്നു. താൻ 1 വർഷം മുൻപ് ഒരു ദിവസം രാവിലെ വേദനയുമായി വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ മകൾ പറഞ്ഞു, ഇന്ന് നമുക്ക് രാവിലെ, പതിവില്ലാതെ പറഞ്ഞു, ഇന്ന് രാവിലെ നമുക്കൊന്ന് TV-യിലെ വാർത്തയൊന്ന് കാണാം, വാർത്ത കാണാം എന്ന് പറഞ്ഞ് TV ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം വാർത്തയുടെ സമയം ആയിട്ടില്ല, നേരത്തെ ഓൺ ചെയ്തു. ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വെച്ച സമയം തന്നെ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ കാൽമുട്ടിൽ വേദനയുള്ള ഒരു
സ്ത്രീ ഇപ്പോൾ സൗഖ്യമാകുന്നു. കാൽമുട്ടുകളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം കയറി. താൻ വിശ്വസിച്ചു, ഇത് എനിക്കുള്ള രോഗസൗഖ്യമാ. ഈ സിസ്റ്റർ പറയുന്നത് എങ്ങനെയാ? അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ തൻ്റെ കാൽമുട്ടിലെ വേദന മാറി. ഞാൻ വ്യക്തമായി ചോദിച്ചു, അപ്പോൾ തന്നെ മാറിയോ? പറഞ്ഞു, അപ്പോൾ തന്നെ മാറി. ഞാൻ അന്ന് തന്നെ പോയി ജോലികളെല്ലാം തീർത്തു. അന്ന് തന്നെ എല്ലാ ജോലികളും ചെയ്ത് തീർത്തു. എത്ര നാളായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്? 5 വർഷത്തോളം. സിസ്റ്റർ പറയുന്നു ശരിയാണ്, 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. ഈ ബ്രദർ പറഞ്ഞ ശരിയാണോ? ഈ TV കണ്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ച ആ സമയം തന്നെ. അതിനു മുമ്പ് ഈ പ്രോഗ്രാം കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടത്? ആദ്യമായിട്ട് കാണാം. എത്ര നാൾ മുമ്പാണത്? 1 വർഷം മുമ്പാണ്. 1 വർഷം മുമ്പാണ് ഈ സൗഖ്യം നടന്നത്. 1 വർഷം മുമ്പാണ് ഈ സൗഖ്യം കിട്ടിയത്. ബ്രദറിനെ കാണണം എന്ന് എന്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം എനിക്ക് ഇവിടെ സാധിച്ചു തന്നു. അതും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഈ മുട്ടുവേദന മാറ്റി ദൈവത്തോട് പ്രാർത്ഥിച്ച എന്റെ ബ്രദറിനെ എനിക്കൊന്ന് കാണണം. ഈ ദേശത്ത് എവിടെയെങ്കിലും എനിക്കൊരു പ്രാർത്ഥന ഈ പേര് വന്നാൽ ഞാൻ പോവും. പൈസ കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അത് എനിക്ക് എന്റെ ദൈവം സാധിച്ചു തന്നു. ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഇവിടെ വരാൻ കാരണം സിസ്റ്ററിന്റെ പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ മലപ്പുറം ദേശത്ത് ഈ പേര് വന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനൊരു കഥ ചോദിച്ചോട്ടെ. ഈ ഏത് കാൽമുട്ടുണ്ട്? 2 കാലിനുണ്ടായിരുന്നു. 2 കാലിന്റെ ഉള്ളിലാണ് വേദന. 2 കാലും പള്ളിയിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. തയ്യൽ മെഷീനിൽ വർക്ക് ചെയ്യാൻ ചവിട്ടാനൊന്നും പറ്റിണ്ടായിരുന്നില്ല. അതിനുശേഷം ഇങ്ങോട്ട് ഈ 1 വർഷം സൗഖ്യമുണ്ടോ അതോ വേദന? സൗഖ്യമുണ്ട്. എനിക്കിപ്പോ കാലുമുട്ടിന് ഒരു അസുഖമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയം തന്നെ തന്റെ കാൽമുട്ടിന്റെ ഉള്ളിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത് പോലെ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. അപ്പൊ തന്നെ ഞാൻ കുറെ ചാടിയൊക്കെ നോക്കി. വീട്ടിൽ തന്നെ ചാടി നോക്കി. വീട്ടിന്റെ മറ്റുള്ളവരൊക്കെ കണ്ടില്ലേ? മക്കളൊക്കെ അപ്പുറത്ത് നിന്ന് പണി ചെയ്യായിരുന്നു. അതുവരെ അവര് കണ്ടില്ല. ഞാൻ എന്നിട്ട് ചാടി തുള്ളിട്ട് തന്നെ ബ്രദറിന്റെ കൂടെ എന്നിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് സൗഖ്യം, കാരുണ്യവനായ ദൈവം എനിക്ക് സൗഖ്യം തന്നു. കർത്താവേ, 1 വർഷത്തിന് മുമ്പ് നീ സൗഖ്യം കൊടുത്തു. ഈ 1 വർഷം മുഴുവൻ ആ സൗഖ്യത്തിൽ നീ നിലനിർത്തിയതിനായി നന്ദി പറയും. അത് ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവ്, നീ സൗഖ്യമാക്കുന്നവൻ, പൂർണ്ണമായി വിടുവിക്കുന്നവൻ. കർത്താവെ, 1 വർഷമായി സൗഖ്യം നിലനിന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആശിഷമാരി എന്ന ബ്ലെസ്സിംഗ് ടുഡേ പബ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പികൾ ചോദിച്ചു വാങ്ങാം. ദിസ് വിൽ റിയലി ട്രാൻസ്ഫോം യുവർ ലൈഫ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്ന ഗോമതി എന്ന പേരുള്ളൊരു സഹോദരി കർത്താവ് ഈ സമയത്ത് കാണുന്ന ഹൃദയത്തിലെ വേദനയും ശരീരത്തിലെ വേദനയും കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ആ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന ഒരു രോഗം, രക്തക്കുഴലുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുരുങ്ങിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൽമുട്ടിൻ്റെ അകത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കാലുകൾക്ക് ശരീരത്തെ താങ്ങാൻ കഴിയുന്നില്ല, അതുപോലെ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ, എന്ന് വെച്ചാൽ ഇങ്ങനെ കാല് വലിച്ച് ഏന്തി നടക്കുകയാണ്, അതുപോലെ ഇങ്ങനെ വശങ്ങളിലേക്ക് ചാഞ്ഞൊക്കെ നടക്കുന്ന ചില വ്യക്തികൾ യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നത് നിമിത്തം വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ജീസസ്. കാലിൻ്റെ വിരലുകൾക്കിടയിലെല്ലാം ഒരു പ്രത്യേക അലർജി വന്ന് പൊട്ടി പഴുത്ത വെള്ളം ഒലിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. കുറേ നാളുകളായി ഉണങ്ങാത്ത മുറിവുകളാണ്. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്ന. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ലിവറിലുള്ള പ്രശ്നങ്ങൾ, ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ, മുഴകൾ മാറിപ്പോട്ടെ. എല്ലാ അലർജികളും സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവെ അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ പിറക്കട്ടെ.
താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന സ്വന്തം ഭവനങ്ങൾ നൽകണമേ, സ്വന്തം വാഹനങ്ങളെ നൽകണമേ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവർക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഇന്നത്തെ ഓരോരുത്തരെയും, ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന ഓരോ വ്യൂവറെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. നിഷ്കളങ്ക വിശ്വാസത്തെ കർത്താവ് മാനിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ സന്ദേശം നാളെ തുടരുന്നതായിരിക്കും. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ നമുക്ക് സുൽത്താൻ ബത്തേരിയിലും തൃശ്ശൂരിലും അടൂരിലും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുക. വരണം. ആശിഷമാരി പുസ്തകം ചോദിച്ചു വാങ്ങുക. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ബൈബിൾ ഇൻ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്നു മുതൽ എല്ലാ തലമുറകളിലും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? Henceforth all generations will call me blessed. In which book is this verse in the Bible? Options: A. സെഖര്യാവ് 5, B. യോഹന്നാൻ 6, C. മാർക്കോസ് 10, D. ലൂക്കോസ് 1. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.